സ്റ്റുഡൻസ്, HUPLSൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഫിസിക്സിൽ ചാപ്റ്റർ 24 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ ഹെഡിങ് വന്നിട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പം ഈ ഒരു എൻ്റെ ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ മോഡൽ എന്താണെന്ന് പറയുന്നുണ്ട്. ആറ്റം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്, പിന്നീട് ആറ്റത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. Rutherford experiment on scattering of alpha particle. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു റുദർഫോർഡ് ആണ് നമ്മുടെ ഈ ഒരു ഇത് തന്നിട്ടുള്ളത്. ടു എക്സ്പ്ലെയിൻ ലാർജ് ആംഗിൾ സ്കാറ്ററിങ്, ലോർഡ് റുദർഫോർഡ് സജസ്റ്റഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഒരു ലാർജ് ആംഗിൾ സ്കാറ്ററിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം റുദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായി, ന്യൂക്ലിയറിൽ നിന്നും ലാർജ് ഡിസ്റ്റൻസിലേക്ക് പാസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, ദാറ്റ് ഈസ് when an alpha particle pass large from the nucleus, it experience negligible Coulombian repulsive force. ഓക്കെ, അപ്പം അങ്ങനെ പാസ് ചെയ്യുന്ന ലാർജ് ഡിസ്റ്റൻസിലേക്ക് പാസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് അനുഭവപ്പെടുന്നത്? എക്സ്പീരിയൻസ് നെഗ്ലിജിബിൾ കൂളോംബിയൻ റിപ്പൾസീവ് ഫോഴ്സ്. അപ്പം ഹെൻസ് അതിൻ്റെ ആ ഒരു പാസ് ഓൾമോസ്റ്റ് അൺഡിഫ്ലക്റ്റഡ് ആയിരിക്കും. ദറ്റ് ഈസ് ഇറ്റ് പാസ്ഡ് ഓൾമോസ്റ്റ് അൺഡിഫ്ലക്റ്റഡ്. ഓൺ ദ അതർ ഹാൻഡ്, അതേപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾസ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ് എക്സ്പീരിയൻസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. എന്താണ് അവിടെ പറയുന്നത്? ന്യൂക്ലിയറിൻ്റെ അടുത്തുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് റിപ്പൾഷനാണ്. സോ ഹെൻസ് ദേ ഡിഫ്ലക്റ്റഡ് അറ്റ് എ ഗ്രേറ്റർ ആംഗിൾ. ഇപ്പം ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ആംഗിളിൽ അത് ഡിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. എന്നാൽ അതിന് ദൂരെ മാറി നിൽക്കുന്ന പാസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ദറ്റ് ഈസ് നെഗ്ലിജിബിൾ കൂളോംബിയൻ ഫോഴ്സ് ആയിരിക്കും. അത് ഓൾമോസ്റ്റ് അൺഡിഫ്ലക്റ്റഡ് ആയിരിക്കും. സോ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ലൈക്ക് ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്തത്, നിയറസ്റ്റ് ആയിട്ടും അല്ല, എന്ത് ലോങ്ങസ്റ്റ് ആയിട്ടും അല്ല. അപ്പോൾ അതിൽ കുറച്ച് പേര് കൊളീഷൻ ടുവേർഡ്സ് ദ ന്യൂക്ലിയർ, ആ ഒരു ന്യൂക്ലിയസിൻ്റെ ടുവേർഡ്സ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ സ്കാറ്റേർഡ് ബാക്ക് ബൈ 180 ഡിഗ്രി എലോങ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് അപ്രോച്ച്. അപ്പോൾ എന്താണ് 180 ഡിഗ്രി, അതെന്താണ് ബാക്കായിട്ട് സ്കാറ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് അപ്രോച്ചിൽ. ഓക്കെ, ദിസ് ഈസ് റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ് ഓൺ സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അല്ലേ. ഇതാണ് ആറ്റത്തിൻ്റെ മോഡലായിട്ട് വരുന്നത് കേട്ടോ. സോ നടുക്ക് സെൻറ്ററായിട്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സോ അതിനെ ചുറ്റി അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. The entire charge and most of the mass of the atom is contained in a very small central region called the nucleus. ഒരു സെൻട്രൽ റീജിയനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? The entire charge and most of the mass of the atom is contained. അല്ലേ, ആ ഒരു ആറ്റത്തിൻ്റെ മാസ് തന്നെ അല്ലെങ്കിൽ എൻ്റെ ചാർജ് കൺഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ന്യൂക്ലിയസിലാണ്. The negatively charged electrons revolve at a distance around it such that the atom as a whole is electrically neutral and stable. ഓക്കെ, അപ്പം ഇലക്ട്രോൺസിന് എന്ത് ചാർജ് പാർട്ടിക്കിൾസ് ആണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ. അത് ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാവുന്നതാണ്. ചുറ്റും അറൗണ്ടായിട്ട് ഒരു ഡിസ്റ്റൻസിലേക്ക്, ഇപ്പോൾ ഡിസ്റ്റൻസിൽ അത് അറൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും കേട്ടോ. ഇതാണ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഈ ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമാണ് റുദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ നമുക്ക് നോക്കാം ഈ ഒരു മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്. രണ്ട് തരത്തിലുള്ള കോൺസിക്വൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. We know that the electrons are negatively charged അല്ലേ. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. These are attracted by the nucleus and get accelerated.
ഇവരെന്തായിരിക്കും ന്യൂക്ലിയസുമായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ത്വരണം എന്നൊക്കെ മലയാളത്തിൽ എക്സിലറേഷൻ അത് കൂടുന്നുണ്ട്. ആൻഡ് ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ വേവ് തിയറി. ക്ലാസിക്കൽ വേവ് തിയറി അനുസരിച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? എമിറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അവ ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യപ്പെടുന്നു. ഹെൻസ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ഷുഡ് ലോസ് എനർജി ഇവൻച്വലി ആൻഡ് സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. അപ്പം ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയൻസ് ആര് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നു. സോ അതെന്താ ഒരു ഇലക്ട്രോൺസിന് അവരുടെ എനർജി ലോസ് ചെയ്യുകയും അത് ന്യൂക്ലിയസിന് ചുറ്റും ആയിട്ടൊരു സ്പൈറൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, റിവോൾവിംഗ് ഇലക്ട്രോൺ ഷുഡ് ലോസ് എനർജി ഇവൻച്വലി ആൻഡ് സ്പൈറൽ ഇൻ ടു ദി ന്യൂക്ലിയസ്. ദിസ് വുഡ് ഹാവ് മെയ്ഡ് ദ ആറ്റം ഷോർട്ട് ലിവ്ഡ് ആൻഡ് കോൺട്രഡിക്റ്റഡ് ദി ഒബ്സർവ്ഡ് സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ. എന്നതുകൊണ്ട് തന്നെ എനർജി ലോസ് ചെയ്യുകയാണ് അവിടുത്തെ ആ ഒരു ആറ്റത്തിന്, ചാർജ്ഡ് പാർട്ടിക്കിൾസിന്. അപ്പം ആ ഒരു ആ ഒരു ആറ്റം എന്തായിരിക്കും? ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും കേട്ടോ. ചെറിയ ഡ്യൂറേഷനിലായിരിക്കും ആ ഒരു ആറ്റം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം ഈ ഒരു പിക്ചറിൽ തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ? സ്പൈറൽ, ന്യൂക്ലിയസിന് ചുറ്റും സ്പൈറലി ആണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ദ ഇലക്ട്രോൺ സ്പൈറലിംഗ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് വിൽ എമിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അത് നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു വെച്ചതാണ്. ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും പോകുന്ന ഇലക്ട്രോൺസ് സ്പൈറലി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ഗിവിങ് റൈസ് ടു എ കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പോൾ ഇങ്ങനെ സ്പൈറലി ഇങ്ങനെ ഈ ഒരു ന്യൂക്ലിയസിന് നിന്ന് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുമ്പം അവിടെ ഒരു ഫ്രീക്വൻസീസ് ആണ്, റേഡിയേഷൻസ് ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ആണ് കൊടുക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ബട്ട് എക്സ്പെരിമെൻറ്റ് ഷോ ദാറ്റ് ആറ്റംസ് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് സർട്ടൻ വെൽ ഡിഫൈൻഡ് ഫ്രീക്വൻസീസ് ഇസ് ഓൺലി. എക്സ്പെരിമെൻ്റ് എന്താണ് പറയുന്നത്? ആറ്റം എമിറ്റ്സ് റേഡിയേഷൻസ് ഓഫ് സർട്ടൻ വെൽ ഡിഫൈൻഡ് ഫ്രീക്വൻസി. അപ്പം ത്രൂ എക്സ്പെരിമെൻറ്റ് ആറ്റംസ് സർട്ടൻ ഫ്രീക്വൻസീസ് ഓഫ് റേഡിയേഷൻസ് മാത്രമാണ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു തിയറി കൺക്ലൂഷനിലാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഓൾ ഫ്രീക്വൻസിയിലും വരുന്നുണ്ട്. സോ അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ദീസ് ആർ ദി കോൺസിക്വൻസ് ഓഫ് ദി റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അപ്പം നമ്മളിപ്പം കണ്ടു എന്താണ് റൂദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം എന്ന്. ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ചുറ്റും സ്പൈറലി ഒരു ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവും. പിന്നെ ഇതാണ് ഒരു മോഡൽ ഓഫ് ആറ്റം ആൻഡ് അതിൻ്റെ കോൺസിക്വൻസ് ഇപ്പം പറഞ്ഞു. ആൻഡ് ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബോസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ബോസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂദർഫോർഡിൻ്റെ ഈ ഒരു ആറ്റം മോഡലിൻ്റെ ഡിഫിക്കൽട്ടീസ് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 1930 നീൽസ് ബോർ പ്രപ്പോസ്ഡ് എ മോഡൽ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ക്വാണ്ടം ഐഡിയാസ്. ഒരു ക്വാണ്ടം ഐഡിയാസിൻ്റെ ആ ഒരു ബേസിസിൽ അറ്റോമിക് സ്ട്രക്ചർ മോഡൽ നീൽ ബോർ 1913 പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് റൂദർഫോർഡിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം മൂവ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് around the nucleus with the centripetal force supplied by the Coulomb force of attraction between the electron and the nucleus. Mathematically we can write mv square divided by r is equal to 1/4 pi epsilon 0 z square divided by r square, where z denotes the number of positive charge in the nucleus. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന് 4 പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. ഒരു 4 പോസ്റ്റുലേറ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ദ ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം മൂവ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് അല്ലേ. ഒരു ആറ്റം എന്താണ്? ഇലക്ട്രോൺസ് സർക്കുലർ ഓർബിറ്റ് ആയിട്ടാണ്
ഇലക്ട്രോൺസ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് സപ്ലൈഡ് ബൈ ദി കൂളോം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് ദി ന്യൂക്ലിയസ്. ആ ഒരു ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയിൽ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സും ആൻഡ് കൂളോം ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഈ ഒരു അതിൽ ഫസ്റ്റ് ഇക്വേഷനാണ് വരുന്നത് mv². ഫസ്റ്റ് പോസ്റ്റുലേറ്റിൻ്റെ mv² ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു 1/4πε0 z² r² എന്ന് കേട്ടോ. അപ്പം ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. സെഡിനെ നമ്മൾ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദി ന്യൂക്ലിയസ്. ഓക്കെ, ദ സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് വന്നിട്ട് ഓഫ് ദി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സർക്കുലർ ഓർബിറ്റ്സ് only those orbits are allowed for which the value of orbital angular momentum of the electron is an integral multiple of h/2π. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സർക്കുലർ ഓർബിറ്റ്സ് ഉണ്ടാവാം അല്ലേ. ന്യൂക്ലിയസിന് ചുറ്റും ഇൻഫൈനൈറ്റ് നമ്പർ ആയിട്ടുള്ള ഓർബിറ്റ്സ് ഉണ്ടാവാം. സോ ഓൺലി ദോസ് ഓർബിറ്റ്സ് അലൗഡ് ഫോർ വിച്ച് ദ വാല്യൂ ഓഫ് ഓർബിറ്റ് angular momentum of the electron is an integral multiple of h/2π. സോറി, അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കുലർ ഓർബിറ്റ്സിന് മാത്രമാണ് ഒരു ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ അലോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്, മോഡ് L is equal to mvr ഡിവൈഡഡ് ബൈ nh2π. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റുലേറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ 1/1 ആയിട്ട് 4 പോസ്റ്റുലേറ്റ്സും എഴുതി വെക്കാം. ഓക്കെ, വേർ L ഈസ് ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. എന്ത് ഈക്വൽ ടു ദ mvr ഫോഴ്സ് എ സർക്കുലർ ഓർബിറ്റ്. ഇവിടെയുള്ള h ഉണ്ടല്ലോ അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. n ഈസ് എൻ ഇൻറ്റീജർ. ഓരോന്ന് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആൻഡ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ എൻ ലൗഡ് ഓർബിറ്റ് ഡസ് നോട്ട് റേഡിയേറ്റ് എൻ എനർജി. അപ്പം ഒരു ഇലക്ട്രോണിനെ അതിൻ്റെ എലൗഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നതാണെങ്കിൽ ഓരോന്നിനും ഓരോ ഓർബിറ്റ് അലോ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റേഡിയേറ്റ്, അലോ ചെയ്യപ്പെട്ടിട്ടുള്ള ഓർബിറ്റിലാണ് ആ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇലക്ട്രോണ് നോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി, ഒരു എനർജി തന്നെ അത് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. ഇൻ ദീസ് അലൗഡ് ഓർബിറ്റ്സ് ദ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇത്തരത്തിലുള്ള അലൗഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അലോ ചെയ്തിട്ടുള്ള ഓർബിറ്റ്സിൽ എന്തായിരിക്കും, ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദീസ് ഓർബിറ്റ്സ് ആർ കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അപ്പം ഈ ഒരു അലോ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് അലോ ചെയ്യപ്പെടുന്ന ഓർബിറ്റ്സ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓർബിറ്റിൽ എന്തായിരിക്കും, ഇലക്ട്രോൺസിന് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ഡസിൻ റേഡിയേറ്റ് എനർജി. അപ്പം ഇവിടെയുള്ള ആ ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ദാറ്റ് ആൻ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഇൻ എ സ്റ്റേഷനറി സ്റ്റേറ്റ് ബട്ട് ഇറ്റ്സ് എനർജി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ എനർജി എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ആൻഡ് ദ ഫോർത്ത് പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ എനർജി ഈസ് എമിറ്റഡ് ബൈ എൻ ആറ്റം ഓൺലി വെൻ ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് ഫോൾസ് ഫ്രം എൻ അലൗഡ് ഹയർ എനർജി ലെവൽ ടു, അതായത് EF ടു അനദർ അലൗഡ് ലോവർ ലെവൽ EI. ഇത് മീൻ ചെയ്യുന്ന എന്താണ്, സിംപ്ലി നമുക്ക് പറയാം, ഇപ്പം ഒരു നമ്മൾ അലോ ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഒരു ഓർബിറ്റലിൽ അലോ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിന് ഇവിടുന്ന് എനർജി ഈസ് ഇമിറ്റഡ് ബൈ എൻ ആറ്റം ഓൺലി വെൻ ഇറ്റ് ഇലക്ട്രോൺസ് ഫോൾസ് ഫ്രം ദ ഹയർ എനർജി ലെവലായിട്ടുള്ള EF നിന്നും ലോവർ എനർജി ലെവലായിട്ടുള്ള EIയിലേക്കും ആ ഒരു അലോ ചെയ്യുന്ന ഇലക്ട്രോൺസിന് പറ്റുന്നതായിരിക്കും കേട്ടോ. ദ ചേഞ്ച് ഇൻ എനർജി ഈസ് ദി എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺ. അപ്പം ഇവിടെ
എനർജി ചേഞ്ച് വരുന്നുണ്ടല്ലോ. ഹയർ ലെവലിൽ നിന്ന് നമ്മൾ ലോവർ ലെവലിലേക്ക് എനർജി എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു ആറ്റത്തിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേഞ്ച് എനർജിയിലുണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോണായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഇലക്ട്രോൺ ഓൺലി അബ്സോർബ് റേഡിയേഷൻ വെൻ ഇറ്റ് ജംപ്സ് ടു ഹയർ എനർജി ലെവൽ ഫ്രം എ ലോവർ എനർജി ലെവൽ. അതായത് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോണ് ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവിടെ റേഡിയേഷനെ അബ്സോർബ് ചെയ്യാണ് ഇലക്ട്രോൺസ് ചെയ്യുന്നത് കേട്ടോ. ദ ചേഞ്ച് ഇൻ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ക്യാൻ ബി റിലേറ്റഡ് ടു ദി ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത് ഓഫ് ദി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഫോട്ടോൺ. അപ്പം ഇവിടെ ചേഞ്ച് ഇൻ എനർജി എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? ആ ഒരു അബ്സോർബ് ചെയ്ത ഫോട്ടോണിൻ്റെ അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിനെയോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെയോ ആണ് കേട്ടോ. അപ്പോൾ നാലാമത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്താ പറയുന്നത്? ഈ ഒരു ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലേക്ക് ഫോളോ ചെയ്യാൻ അല്ലേ എനർജി എമിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസിന് പറ്റുന്നതായിരിക്കും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് അത് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോണായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചേഞ്ച് ഇൻ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? ഒരു എമിറ്റ് ചെയ്ത ഫോട്ടോണോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിനോ വേവ് ലെങ്ത്തിനോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങളൊന്ന് ഇക്വേഷൻ നോക്കാം. ഫോർ എമിഷനിൽ ഉണ്ടാവുന്നത് എന്താണ്? ഡെൽറ്റ ഇ എനർജി ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഡെൽറ്റ അല്ലേ, ചേഞ്ച് ഇൻ എനർജി. എമിഷൻ്റെ കേസിൽ എന്തായിരിക്കും? ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ്. ഈ ഐ എന്താണ്? നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ എനർജി ലെവലാണ്. ലോവർ എനർജി ലെവൽ മൈനസ് ഹയർ എനർജി ലെവൽ ഇ എഫ് ഇസ് ഈക്വൽ ടു എച്ച് വി. ഓക്കെ, എമിഷൻ്റെ കേസിലാണ് ചേഞ്ചിൽ ലോവറിൽ നിന്നായിരിക്കും ഹയറിലേക്ക് പോകുന്നത്. അപ്പോൾ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യപ്പെടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അബ്സോർപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഫോട്ടോണ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ അബ്സോർപ്ഷൻ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഇ എഫ് മൈനസ് ഇ ഐ ഇസ് ഈക്വൽ ടു എച്ച് വി, വർ വി ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ. ഇപ്പം വി എന്ന് പറയുന്നത് എന്താണ്? എമിറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ആണ്. ഇറ്റ് ഈസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഇൻ എനർജി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, റിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനോ റിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്ന എച്ച് വി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ എനർജി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. എനർജി ലെവലിൽ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കേണ്ടതാണ്. ദിസ് വൺ, ഇതിനെ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇതൊരു മെയിൻ ഇക്വേഷൻ ആയിട്ടാണ്. MCQ പാർട്ടിലൊക്കെ നിങ്ങൾക്ക് നോക്കാം. റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ഓപ്ഷൻസ് തന്നിട്ട് പല ഇതിൻ്റെ തന്നെ ഈ ഒരു ഇക്വേഷൻ തന്നെ പല രീതിയിൽ ഫോമാറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് കൊടുക്കാം. അതിന് ശരിയായിട്ടുള്ള ചൂസ് ചെയ്യണം. അപ്പം റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R is equal to m e raised to 4 divided by 8 epsilon 0 square h square ആണ് കേട്ടോ. എന്നിട്ട് എനർജി ഓഫ് an electron in various allowed orbit it inversely proportional to the square of the number of orbit and the energy in an orbit is negative, which implies that the electron is bound to the nucleus. നമ്മളിപ്പം അലോ ചെയ്തിട്ടുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി നമ്പർ ഓഫ് ദി ഓർബിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഓർബിറ്റിലുള്ള എനർജി, ആറ്റത്തിൻ്റെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദി ന്യൂക്ലിയസ്. ഈ ഒരു ന്യൂക്ലിയസ് ആയിട്ട് ആ ഒരു ഇലക്ട്രോണ് ബൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, കൂട്ടി എന്താ പറയുക, ബൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചെന്ന് അങ്ങനെ ആ ഒരു ടൈപ്പിലാണ് പറയുന്നത്. ഓക്കെ,
ഇതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ദാറ്റ് ദി എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ nth ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? En is equal to minus 13.6 divided by n square ആയിരിക്കും കേട്ടോ. Thus every orbit can be specified with a definite energy. ഓരോ ഓർബിറ്റും ഒരു ഡെഫിനിറ്റ് എനർജി വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതിലുള്ള ഫസ്റ്റ് ഓർബിറ്റ് ബീങ് ദ ലോവസ്റ്റ് എന്തായിരിക്കും? EI is equal to minus 13.6 eV ആണ്. ആൻഡ് ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ഈ ഇൻഫിനിറ്റി is equal to 0 ആയിരിക്കും കേട്ടോ. അപ്പം ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് 0യും ആൻഡ് ദി ലോവസ്റ്റ് വരുന്നത് മൈനസ് 13.6 eV ആണ്. ആൻഡ് ദി മൈനസ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു മൈനസ് ബൗണ്ട് ടു ദി ന്യൂക്ലിയസ് അല്ലേ, ആ ഒരു ആറ്റം. ഇറ്റ് മീൻസ് ദാറ്റ് ദി ഡിഫറെൻറ്റ് ഓർബിറ്റ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് എനർജി ലെവൽ. അതായത് ഓരോ ഓർബിറ്റും ഓരോ എനർജി ലെവലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെവൽസ് minus 13.6 eV to 0. This is depicted in figure. Okay, E is equal to 0 signifies the electron is free. അപ്പം ആ ഒരു ഓർബിറ്റിലുള്ള ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് E is equal to 0 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഉണ്ടല്ലോ, ഫിഗർ പറയുന്നുണ്ട് 24.6 ആ ഒരു ഓരോ ഓർബിറ്റിലും n is equal to 1 മുതൽ ഇൻഫിനിറ്റ് വരെ ഉണ്ട്. സോ അത്രയും ഓർബിറ്റ്സ് ഉണ്ട്. സോ അതിൽ ഓരോന്നിലും ഉണ്ടാവുന്ന സ്റ്റേറ്റ് എനർജി ഓഫ് ദി ആറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? മൈനസ് 13.6 eV ആയിരിക്കും കേട്ടോ. ഇത് ഹൈഡ്രജൻ ആറ്റത്തിലുള്ള എനർജി ലെവലാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഹൈഡ്രജൻ ആറ്റത്തിലുള്ള എനർജി ലെവലാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ലോവസ്റ്റ് ആയിട്ടുള്ള മൈനസ് 13.6 eV ആണ്. ആൻഡ് ഹയസ്റ്റ് ദാറ്റ് ഈസ് 0 എത്തും. n ഇൻഫിനിറ്റി കൊടുത്തില്ല, അത് എത്രത്തോളാണ് വരുന്നത്? ലാസ്റ്റ് ഈസ് ഈക്വൽ ടു 0 ആവും. ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ എന്ന് നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു ബോസ് ഫോർത്ത് പോസ്റ്റുലേറ്റ് ദ ഫ്രീക്വൻസി Mn ഓഫ് ദി എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ്ഡ് റേഡിയേഷൻ വെൻ ദ ഇലക്ട്രോൺ ഫോൾസ് ഫ്രം ദ nth സ്റ്റേറ്റ് ടു ദ mth സ്റ്റേറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പം ആ ഒരു ബോറിൻ്റെ ഫോർത്ത് പോസ്റ്റുലേറ്റ് പ്രകാരം എമിറ്റ് ചെയ്ത അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ആ ഒരു ഇലക്ട്രോണിൻ്റെ റേഡിയേഷൻസ് ഉണ്ടാവില്ലേ, അത് ഒരു nth സ്റ്റേറ്റിൽ നിന്ന് nth സ്റ്റേറ്റിലേക്ക് പോകുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് Vmn is equal to Rz square divided by h and whole 1 by m square minus 1 by n square എന്ന്. അപ്പോൾ ഇതൊന്ന് നോക്കിയേക്കാം. ബോറിൻ്റെ ഫോർത്ത് പോസ്റ്റുലേറ്റ്സ് പ്രകാരമുള്ള ഫ്രീക്വൻസിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് നമുക്ക് ഇനി പറയാനുള്ളത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കണ്ടിന്യൂസ് ഒരു ഓർബിറ്റ് ഇങ്ങനെ ന്യൂക്ലിയസുമായിട്ട് ചുറ്റപ്പെടുമ്പോൾ ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിലുള്ളതാണെങ്കിൽ അവിടെ ഒരു സ്പെക്ട്രം ഉണ്ടാവുന്നുണ്ട്. സോ അത് 4 സീരീസ് ആയിട്ടാണ് പറയുന്നത്, 5 സീരീസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ സോ ദിസ് ഈസ് ഫസ്റ്റ് വരുന്ന സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈമാൻ സീരീസാണ്. 1906 ഇത് ഡിസ്കവേർഡ് ചെയ്തിരുന്നത്. ഇപ്പം ബോറ് പറഞ്ഞത് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഈ ഒരു സീരീസ് അറൈസ് വെൻ എൻ ഇലക്ട്രോൺ ജംപ്സ് ടു ദ ഫസ്റ്റ് ഓർബിറ്റ് ഫ്രം എൻ എ ഹയർ ഓർബിറ്റ്. അപ്പം ലൈമാൻ സീരീസ് എന്താ പറയുന്നത്? ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് കണക്കാക്കിയിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺസ് ഉണ്ടാവല്ലോ, അത് ഫസ്റ്റ് ഓർബിറ്റ് ആയിട്ടുള്ള m ഈക്വൽ ടു 1 എന്ന് ഒരു ഹയർ ഓർബിറ്റ് ആയിട്ടുള്ള n ഈസ് ഈക്വൽ ടു 2 3 ആയിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. സോ ദ ഫ്രീക്വൻസി ഓഫ് വേരിയസ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ദിസ് സീരീസ് ആർ ഗിവൺ ബൈ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി
എന്താണ് കൊടുക്കുന്നത്? വി ഇൻ ഈസ് ഈക്വൽ ടു V1n is equal to R divided by H ആണ്. ആൻഡ് 1/1 square to 1 minus 1/n square ആണ് കേട്ടോ. where n is the natural number greater than 1. അപ്പോൾ ഇവിടെ എന്താണ് ലാസ്റ്റ് n വരുന്നത് നാച്ചുറൽ നമ്പറാണ്. 2 മുതൽ അപ് ടു എത്ര വരെ നാച്ചുറൽ നമ്പേഴ്സ് പോകുന്നു അതുവരെ നമ്മൾ എന്നിനെ കണക്കാക്കാം. അപ്പം ഫസ്റ്റ് ഒരു m ഈക്വൽ ടു 1 എന്ന ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റായിട്ടുള്ള എത്ര ഇതിൽ വേണമെങ്കിലും നമുക്ക് ജമ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ലൈമാൻ സീരീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ബാൽമർ സീരീസ് ആണ്. ബാൽമർ സീരീസ് വാസ് ഡിസ്കവേർഡ് ഇൻ 1885 ഇൻ ദി വിസിബിൾ റീജിയൻ. ബാൽമർ സീരീസ് വരുന്നതുണ്ടല്ലോ വിസിബിൾ റീജിയനിലാണ്. അപ്പം ബോറിനനുസരിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻ ദിസ് സീരീസ് ഇലക്ട്രോൺ ജംപ്സ് ടു ദി സെക്കൻഡ് ഓർബിറ്റ് ഫ്രം ഹയർ ഓർബിറ്റ്. ദ ഫ്രീക്വൻസീസ് ഓഫ് വേരിയസ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ദി സീരീസ്. അപ്പം ഈ ഒരു ബാൽമർ സീരീസിൽ എന്താ പറയുന്നത്? ഏതെങ്കിലും ഹയർ ഓർബിറ്റ്സിൽ നിന്ന് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നത് സെക്കൻഡ് സീരീസിലേക്കാണുന്നത്. അത് നേരത്തെ ലൈമാൻ സീരീസ് ഫസ്റ്റ് ഓർബിറ്റിലേക്കാണെങ്കിൽ ഇപ്പം ബാൽമർ സീരീസ് സെക്കൻഡ് ഓർബിറ്റിലേക്കായിരിക്കും ജമ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനെ കൊടുത്തിട്ടുള്ള V2n അവിടെ രണ്ടാമത്തെ ഓർബിറ്റിലേക്കാണല്ലോ. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസിയാണ് കാണുന്നത്. അപ്പോൾ V2n is equal to R/h ബ്രാക്കറ്റിൽ 1/2 square minus 1/n square. അപ്പം n greater than 2. അപ്പം ഇവിടെ കൊടുക്കുന്ന n ഉണ്ടല്ലോ രണ്ടാമത്തെ ഇതിലാണല്ലോ നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന n എന്തായിരിക്കണം? ആ ഒരു രണ്ടിനേക്കാളും വലിയ സംഖ്യ ആയിരിക്കണം. അപ്പോൾ അത് 2n greater than 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ എന്ന് വെച്ചാൽ പാസ്റ്റൻ സീരീസ് ആണ്. 1908 ഈ ഒരു സീരീസ് ഡിസ്കവർ ചെയ്തത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് കേട്ടോ ഈ ഒരു സീരീസ് കാണപ്പെടുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് ദിസ് സീരീസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അസ്യൂമിങ് ദാറ്റ് ഇലക്ട്രോൺസ് ജംപ് ടു തേർഡ് ഓർബിറ്റ്. അപ്പോൾ മൂന്നാമത്തെ സീരീസ് വരുമ്പോഴേക്കും ഇലക്ട്രോൺസ് തേർഡ് ഓർബിറ്റിലേക്ക് തേർഡ് ഓർബിറ്റിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? നോർമലി ഹയർ ഓർബിറ്റിൽ നിന്ന്. ഇവിടെ വരുന്നത് n=4 മുതലായിരിക്കും കേട്ടോ. 4 മുതൽ തുടങ്ങുന്ന ഓർബിറ്റ്സ് നിന്നായിരിക്കും ഈ ഒരു മൂന്നാമത്തെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ആ ഒരു തേർഡ് ഓർബിറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി V3n = R divided by h ബ്രാക്കറ്റിൽ 1/3 square minus 1/n square. ഇവിടെയുള്ള n2 greater than 3 ആയിരിക്കണം അല്ലേ. ഇനി നെക്സ്റ്റ് കൂടെ എഴുതി തരാം. V5n is equal to R/h. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാന്നേ ഉള്ളൂ. 1/5 square minus 1/n square ആയിരിക്കും. ഓക്കെ, ഇതിൽ n greater than 5. ഓക്കെ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഓരോ സീരീസും ബോറിൻ്റെ മോഡൽ അനുസരിച്ച് ഓരോന്നും ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ സ്പെക്ട്രം. ഫസ്റ്റ് ലൈമാൻ സീരീസ് അത് ഒരു ഹയർ ഓർഡറിന് നമുക്കിത് വെച്ചിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുന്ന ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാസ്റ്റൻ സീരീസ്, പിന്നെ ബാക്കിയുള്ള 2 സീരീസും വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ലൈമാൻ സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലോവർ ലെവലിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് m=1 പോകുന്നത്. അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? 2 to up to n വരെ പോകുന്നുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ ബാൽമർ സീരീസ് വരുന്നത് രണ്ടാമത്തെ m=2 രണ്ടാമത്തെ ഓർബിറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള 3 4 up to എത്ര വരെ? n വരെ പോവാം. അങ്ങനെയാണ് പോകുന്നത്, ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. ഓരോ ഇവിടെ ലൈമാൻ സീരീസിലാണെങ്കിൽ -1 3.6 ആയിരിക്കും. ആൻഡ് ബാൽമർ സീരീസിൽ അതിൻ്റെ ഫ്രീക്വൻസി -3.40 ആയിരിക്കും കേട്ടോ. ഇലക്ട്രോൺ വോൾട്ടേജ് ആണ് കേട്ടോ.
എനർജി ലെവലാണ്, ഫ്രീക്വൻസി അല്ല എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു -13.6 ഒക്കെ. അപ്പം ദിസ് ഈസ് ദ എനർജി ലെവൽ ഡയഗ്രാം ഷോവിങ് എമിഷൻ ഓഫ് വേരിയസ് സ്പെക്ട്രം സീരീസ് ഇൻ ഹൈഡ്രജൻ ആറ്റം. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഓരോ സീരീസിലുള്ള ആ ഒരു ഇലക്ട്രോൺസിൻ്റെ എമിഷനെയാണ് ഈ ഒരു എൻ്റയർ എന്താണ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്റേസിനെ കുറിച്ചിട്ടാണ്. എക്സ്റേസിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ എക്സ്റേ ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. സഡൻലി സ്റ്റോപ്ഡ് ബൈ എ ഹെവി മെറ്റൽ ഇൻ എ ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഈ ഒരു എൻ്റെ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാം. നമ്മളൊരു ഹെവി മെറ്റൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത്. ഈ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് ഉണ്ടല്ലോ ഹെവിങ് ലോ പ്രഷർ ആയിരിക്കും, എക്സ്ട്രീംലി ലോ പ്രഷർ ആയിരിക്കും ഈ ഒരു ഗ്ലാസ് ട്യൂബിൽ ഉണ്ടാകുന്നത്. സോ ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ബൈ ദ ഹോട്ട് ഫിലമെൻറ്റ്. ഇവിടെ എന്തൊക്കെ കാണാം, ഇവാക്യുവേറ്റഡ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ കാഥോഡ് റേ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ആൻഡ് ടാർഗറ്റ് സോഴ്സ് ഓഫ് ഹൈ പൊട്ടൻഷ്യൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ ഈ ഒരു എക്സ്റേസിൽ. സോ the electrons emitted by the hot filament are focused on the target. അപ്പം ഈ ഫിലമെൻ്റ് ഉണ്ടല്ലോ, ഇത് എമിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇത് എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ ഒരു ടാർഗറ്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ. സോ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റൽ ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഈ ഒരു ടാർഗറ്റ് മെയ്ഡ് ചെയ്യുന്നത് തന്നെ ഒരു ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരു മെറ്റൽ വെച്ചിട്ടാണ്. ആൻഡ് ഹൈ അറ്റോമിക് നമ്പർ as shown in figure. ഓക്കെ, when the electrons approach the target, ഈ ഒരു ഇലക്ട്രോൺസ് ടാർഗറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഈ ഒരു പൊസിഷനിൽ ഇലക്ട്രോൺസ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 5% ഓഫ് ദെയർ എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എക്സ്റേ. ഇതിൻ്റെ 5% എനർജി, ഇവിടെയുള്ള ടാർഗറ്റുള്ള എനർജി എന്തായിട്ട് എക്സ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് റെസ്റ്റ് ഓഫ് ദി എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് അല്ലേ. അതിൽ ഇപ്പോൾ 100% എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 5% മാത്രമാണ് എക്സ്റേസ് ആയിട്ട് ഔട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ബാക്കി റിമൈനിങ് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, വിച്ച് ഈസ് കെപ്റ്റ് അണ്ടർ ദി കൺട്രോൾ ബൈ ദി സർക്കുലേറ്റിംഗ് കോൾഡ് വാട്ടർ. ഓക്കെ, ആൻഡ് ദി ട്യൂബ് ഹാസ് എക്സ്ട്രീംലി ലോ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ, ഇവാക്യുവേറ്റഡ് ട്യൂബിൻ്റെ ഉള്ളിൽ എക്സ്ട്രീംലി ലോ പ്രഷറാണ് വരുന്നത്. സോ ദാറ്റ് ദി ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദി ഹോട്ട് ഫിലമെൻറ്റ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോൺസ് ഈ ഒരു ഫിലമെൻറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെ എഫ് ആയിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്ന. may directly hit the target without suffering collision in between. ഓക്കെ, അപ്പം ഈ ഒരു ഫിലമെൻറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കൊളീഷൻ ഒന്നും കൂടാതെ തന്നെ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. The intensity of the X-ray is controlled by adjusting the filament current, and the quality is controlled by the accelerating voltage applied between the filament and the target. അപ്പം ഈ ഒരു ടാർഗറ്റിനും ഫിലമെൻറ്റിനും ഇടയിലുള്ള വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ക്വാളിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ദ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ബിറ്റ്വീൻ ദി ഫിലമെൻറ്റ്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അത് ഇവിടെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിലമെൻറ്റിൻ്റെ കറണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദി എക്സ്റേ കൺട്രോൾ ചെയ്യുന്നത് ഫിലമെൻറ്റ് കറണ്ട് ഉണ്ടാവില്ല, ഫിലമെൻറ്റിലൂടെ പോകുന്ന ഈ ഒരു ഉണ്ടാകുന്ന കറണ്ടാണ് കേട്ടോ ഇതിൻ്റെ എക്സ്റേൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ടാർഗറ്റ്, ഈ ഒരു ടാർഗറ്റിനും ഫിലമെൻറ്റിനും ഇടയിലുണ്ടാകുന്ന ഈ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്ഥലമല്ലേ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ആണ് ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. സോ ദിസ് വോൾട്ടേജ് ഈസ് യൂഷ്വലി റേഞ്ചസ് ബിറ്റ്വീൻ 10 kV ടു ആൻഡ് 1 MV വരെ ആയിരിക്കും കേട്ടോ, മെഗാവോൾട്ട് വരെ ആയിരിക്കും അതിൻ്റെ ഒരു
ഒരു ആക്സിലറേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. എക്സ്റേൻ്റെ ഷോ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, ദേ അഫക്റ്റ് ദി ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. എന്താ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ കോസ് ഫ്ലൂറസീൻസ് ഇൻ സർട്ടൻ കെമിക്കൽ കോമ്പൗണ്ട്സിൽ, ചില കെമിക്കൽ കോമ്പൗണ്ട്സിലുള്ള ഫ്ലൂറസെൻസിന് ഇത് കോസ് ചെയ്യുന്ന എക്സ്റേസ്. ഗ്യാസസിനെ അയണൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, ദേ അയണൈസ് ദി ഗ്യാസസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഇങ്ങനെ പഠിച്ചു വെക്കാം നിങ്ങൾ. ഇൻ കേസ് ചോദിക്കാന്നുണ്ടെങ്കിലും MCQയിലൊക്കെ ചോദിക്കും, ഇതിലേതെങ്കിലും തന്നിരിക്കുന്നതിൽ എക്സ്റേൻ്റെ പ്രോപ്പർട്ടീസ് അല്ലാത്തത് തിരഞ്ഞെടുക്കാനെന്ന് ക്വസ്റ്റ്യൻ വരാം. സോ ഇത് അറിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷന് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഫോമാറ്റിലൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം ദേ ഷോ നോ റിഫ്ലക്ഷൻ ഇൻ മിറേഴ്സ്, no refraction in glass, no diffraction with the conventional gratings, but when refined techniques are used with the atomic layers of crystals, they show all these familiar phenomena of light. അപ്പം അതെന്താണ്, മിററിൽ റിഫ്ലക്ഷൻ കാണിക്കുന്നില്ല, ഗ്ലാസ്സിൽ റിഫ്രാക്ഷൻ കാണിക്കുന്നില്ല, കൺവെൻഷണൽ ഗ്രേറ്റിങ്സിൽ എന്താണ് നോ ഡിഫ്രാക്ഷനും കാണിക്കുന്നില്ല. പക്ഷേ റിഫൈൻഡ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ, അതായത് അറ്റോമിക് ലെയേഴ്സ് ഓഫ് ക്രിസ്റ്റൽസിൽ, ഇപ്പം ഈ ഒരു റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഡിഫ്രാക്ഷനും ഒക്കെ എക്സ്റേസ് കാണിക്കുന്നതായിട്ടെന്നാണ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ്, ദേ ഡു നോട്ട് ഗെറ്റ് ഡീവിയേറ്റഡ് ബൈ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇലക്ട്രിക്കോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ വെച്ചിട്ട് അത് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല എക്സ്റേസ്. ഓക്കെ, ഇതാണ് 5 പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേസ്. പിന്നെ എക്സ്റേസിൻ്റെ സ്പെക്ട്ര. The element whose X-ray spectra is studied is placed at the place of target of the X-ray tube. The X-ray wavelengths are determined by the Bragg spectrometer. അപ്പം എക്സ്റേൻ്റെ വേവ് ലെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബ്രാഗ്സ് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ എക്സ്റേസ് ആർ ഓഫ് 2 ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് എക്സ്റേസ് ആണ്. ഓൾ ദ എക്സ്റേ ട്യൂബ്സ് എമിറ്റ് എക്സ്റേസ് ഓഫ് ഓൾ വേവ് ലെങ്ത്സ് ബിയോണ്ട് സർട്ടൻ വേവ് ലെങ്ത് lambda minimum. Some of the important features of the spectrum of continuous X-rays are follows. ഇപ്പം നമ്മുടെ ഈ ഒരു എക്സ്റേ ട്യൂബ് എമിറ്റ് ചെയ്യുന്ന എക്സ്റേ ഉണ്ടാവുമല്ലോ, ഒരു സർട്ടൻ വേവ് ലെങ്ത്ത് വരെ, ലാംഡ മിനിമം വരെ അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു സ്പെക്ട്രം ഓഫ് എക്സ്റേസിൽ ഒന്ന്, ഇൻറ്റൻസിറ്റി ഓഫ് ദി എക്സ്റേ ഇൻക്രീസസ് അറ്റ് ഓൾ വേവ് ലെങ്ത്സ് ആസ് ദ വോൾട്ടേജ് അക്രോസ് ദ ട്യൂബ് ഈസ് ഇൻക്രീസ്ഡ്. നമ്മളവിടെ വോൾട്ടേജ് പറഞ്ഞില്ലേ, അതിൻ്റെ ക്വാളിറ്റി നോക്കുന്ന ടാർഗറ്റിനും ഫിലമെൻറ്റിനും ഇടയിലുള്ള ഒരു ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് അത് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ എക്സ്റേസ് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദേ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അത് ഒരു ഭാഗം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓൾ ആൻഡ് അറ്റ് ഓൾ വേവ് ലെങ്ത്സ് ആസ് ദി വോൾട്ടേജ് അക്രോസ് ദ ട്യൂബ് ഈസ് ഇൻക്രീസ്ഡ്. ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത് ലാംഡ മിനിമം എമിറ്റഡ് ഈസ് ഷാർപ്ലി ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ് അപ്ലൈഡ്. ഇപ്പം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത് ആയിട്ടുള്ള ലാംഡ മിനിമം എമിറ്റ് ചെയ്യുന്നത് ഷാർപ്ലി ആണ്. ആൻഡ് അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സ്റേസ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സസ് വരുന്നത്. അപ്പം നമ്മളെന്താ ഫസ്റ്റ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. പിന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മറികടന്നുകൊണ്ട് ചില കുറച്ച് എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫിക്കൽട്ടീസ്, റുദർഫോർഡിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കണ്ടു. ആൻഡ് ലാസ്റ്റ് എക്സ്റേസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.